Hi students, now I am going to take the new lesson, birthday letter. This lesson is a description of the letter written by Jawaharlal Nehru, our first Prime Minister, to his lovable daughter Indira on her 13th birthday on 26th October 1930. At that time, he was in Central Prison, Naini. Dear students, please listen. Birthday letter. Central Prison, Naini, October 26th, 1930. My dear Indira, on your birthday, you have been in the habit of receiving presents and good wishes. Good wishes you will still have in full measure. But what present can I send you from Naini prison? My presents cannot be very material or solid. They can be of the mind and spirit. Things that even the high walls of prison cannot stop. My dear Indira, salutation. നമ്മൾ കത്തെഴുതേണ്ട മോഡൽ നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് സല്യൂട്ടേഷൻ. അപ്പോൾ ഇവിടെ നെഹ്റു തൻ്റെ മകളെ എങ്ങനെയാണ് സല്യൂട്ട് ചെയ്യുന്നത്? മൈ ഡിയർ ഇന്ദിര എന്ന് വിളിച്ചിട്ടാണ്. On your birthday, you have been in the habit of receiving presents and good wishes. നിൻ്റെ പിറന്നാളിന് ധാരാളം സമ്മാനങ്ങളും അതുപോലെ ആശംസകളൊക്കെ കിട്ടാറില്ലേ? Good wishes you will still have in full measure. What you mean by full measure? Too many, ധാരാളം. Good ഫുൾ മെഷർ എന്ന് പറഞ്ഞാൽ ധാരാളം, ടു മെനി എന്നാണ് അർത്ഥം. ബട്ട് വാട്ട് പ്രസൻറ്റ് ക്യാൻ ഐ സെൻഡ് യു ഫ്രം നൈനി പ്രിസൺ? ഞാൻ ഈ ജയിലിൽ നിന്ന് നിനക്ക് എന്ത് സമ്മാനമാണ് അയച്ചു തരേണ്ടത്? മൈ പ്രസൻസ് കനോട്ട് ബി വെരി മെറ്റീരിയൽ ഓർ സോളിഡ്. ദേ ക്യാൻ ബി ഓഫ് ദി മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. തിങ്സ് ദാറ്റ് ഈവൻ ദ ഹൈ വാൾസ് ഓഫ് a prison cannot stop. My presence cannot be very material or solid. എൻ്റെ സമ്മാനങ്ങൾ, ഈ ബർത്ത്ഡേക്ക് ഞാൻ നിനക്ക് തരുന്ന സമ്മാനങ്ങൾ മെറ്റീരിയൽ ഓർ സോളിഡ്. എന്താ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുന്ന സാധനങ്ങളാണ് മെറ്റീരിയൽ തിങ്സ്. ഇപ്പോൾ ഞാൻ ഈ പിറന്നാളിന് നിനക്ക് തരുന്ന സമ്മാനം കനോട്ട് ബി മെറ്റീരിയൽ, കാണാനോ തൊടാനോ ഒന്നും സാധിക്കാത്തതാണ്. ദേ ക്യാൻ ബി ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. എൻ്റെ മനസ്സും ആത്മാവും മുഴുവനായിട്ട് ഞാൻ നിനക്ക് തരുന്നു. തിങ്സ് ദാറ്റ് ഈവൻ ദ ഹൈ വാൾസ് ഓഫ് എ പ്രിസൺ കനോട്ട് സ്റ്റോപ്പ്. ഈ ജയിലിൻ്റെ വൻ മതിലുകൾക്ക് തടയാനാകാത്ത സാധനങ്ങൾ, അതാണ് നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും. അതാണ് നെഹ്റു തൻ്റെ മകൾക്ക് കൊടുത്തത്. മറ്റു സമ്മാനങ്ങൾ, ടോയ്സോ ഡ്രസ്സോ അതൊന്നും അയച്ചു കൊടുക്കാൻ പറ്റില്ല. ജയിലിലേക്ക് അതൊന്നും കടത്താൻ പറ്റില്ല, ജയിലിൽ നിന്ന് അയക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ സ്വന്തം സ്നേഹം, അത്രമാത്രം സ്നേഹം നെഹ്റുവിന് തൻ്റെ മകളോടുണ്ടായിരുന്നു. യു നോ സ്വീറ്റ് ഹാർട്ട് ഹൗ ഐ ഡിസ്ലൈക്ക് sermonizing and doling out good advice. I have always thought that the best way to find out what is right and what should be done is not by giving a sermon. It has to be done by talking and discussing. Out of discussion, sometimes a little bit of truth comes out. I have liked my talks with you and we have discussed many things. But the world is wide and beyond our world lie other wonderful and mysterious worlds. You know, sweetheart, എൻ്റെ പൊന്നു മോളെ
എന്താണ് സ്വീറ്റ് ഹാർട്ട്. ഹൗ ഐ ഡിസ്ലൈക്ക് സെർമണൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. എന്താണ് സെർമണൈസിങ് എന്ന് പറഞ്ഞാൽ? സെർമണൈസിങ് മീൻസ് ലെക്ചറിങ്, പ്രസംഗിക്കുക. പ്രസംഗിക്കുന്നതിനെയാണ് സെർമണൈസിങ് എന്ന് പറയുന്നത്. സെർമണൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട്. ഡോളിങ് ഔട്ട് മീൻസ് ഡിസ്ട്രിബ്യൂട്ട് സംതിങ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. എന്താ വിതരണം ചെയ്യുന്നത്? എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഉപദേശങ്ങൾ. അപ്പോൾ ഇവിടെ നെഹ്റു പറയുന്നത് എന്താ? യു നോ സ്വീറ്റ് ഹാർട്ട്, ഹൗ ഐ ഡിസ്ലൈക്ക് സെർമണൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. അപ്പോൾ നെഹ്റുവിന് പ്രസംഗിക്കുന്നതോ ഉപദേശം നൽകുന്നതോ ഇഷ്ടമായിരുന്നില്ല. ഐ ഹാവ് ഓൾവേസ് തോട്ട് ദാറ്റ് ദ ബെസ്റ്റ് വേ to find out what is right and what should be done is not by giving a sermon. I have always thought that the best way to find out what is right and what should be done is not by giving a sermon. പ്രസംഗത്തിലൂടെയല്ല ഏതാണ് ശരി അല്ലെങ്കിൽ ഏത് കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് പറയേണ്ടത്. ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ്. എങ്ങനെയാണ് നടത്തേണ്ടത്? എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കഷൻ. 2 പേരോ അല്ലെങ്കിൽ 3 പേരോ കൂടിച്ചേർന്നിരുന്ന് സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ വെറും ഒരു പ്രസംഗത്തിലൂടെയോ എന്തെങ്കിലും ഉപദേശം നൽകിയോ ഒന്നും തീരുമാനിക്കാൻ പാടില്ല. Out of discussion, sometimes a little bit of truth comes out. I have liked my talks with you and we have discussed many things. നമ്മൾ 2 പേരും ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് പല ആശയങ്ങളും ഉരുത്തിരിഞ്ഞു വരും. I have liked my talks with you. എനിക്ക് നിന്നോടൊത്തിയുള്ള സംഭാഷണങ്ങൾ, നിൻ്റെ അടുത്തിരുന്ന് നിന്നോട് സംസാരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ബട്ട് ദ വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബിയോണ്ട് അവർ വേൾഡ് ലൈ അതർ വണ്ടർഫുൾ ആൻഡ് മിസ്റ്റീരിയസ് വേൾഡ്സ്. നൺ ഓഫ് us need ever be bored or imagine that we have learned everything worth learning and become very wise. But the world is wide and beyond our world lie other wonderful and mysterious worlds. ഈ ലോകം അതൊരു വലിയ സംഭവമാണ്, വലിയ കാര്യമാണ് ഈ ലോകം. ഇവിടെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. But the world is wide and beyond our world lie other wonderful and mysterious worlds. ഈ ലോകം വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ഇതിനപ്പുറത്ത് നമ്മൾ കേട്ടതിലും കണ്ടതിലും അപ്പുറത്ത് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. None of us need ever be bored or imagine that we have learned everything worth learning and become very wise. ഒരാൾക്കും ഇനി ഒന്നും പഠിക്കാനില്ല, ഞാൻ എല്ലാ അറിവുള്ള ആളാണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. അത്രയും വളരെ വലിയതാണ് ഈ ലോകം, അത്രമാത്രം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ലോകം. ബട്ട് വാട്ട് am I to do then? A letter can hardly take the place of a talk. At best it is one-sided affair. Imagine that I have made a suggestion to you for you to think over as if we really were having a talk. But what am I to do then? A letter can hardly take the place of a talk. At best it is a one-sided affair. Affair means incident, സംഭവം. ഒരു കത്ത്, ഞാനിപ്പോൾ എഴുതുന്ന ഈ കത്ത് നമ്മൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിന് പകരം പോലെ വെക്കണം. Imagine that I have made a suggestion to you for you to think over as if we really were having a talk. നമ്മൾ നേരിട്ടിരുന്ന് സംസാരിക്കുന്നത് പോലെ. ലെറ്റർ അയക്കുമ്പോൾ എ ലെറ്റർ ഈസ് എ വൺ സൈഡഡ് അഫെയർ. കത്തിലൂടെ പറയാനുള്ള കാര്യങ്ങൾ കത്തെഴുതുന്ന ആൾ പറയുന്നു, തിരിച്ച് മറുപടി ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഈ കത്ത് നമ്മുടെ ഒരു സംഭാഷണം പോലെ നീ കരുതണം എന്നാണ് ഇന്ദിരയോട് പറയുന്നത്. ഇൻ ഹിസ്റ്ററി വി റീഡ് ഓഫ് great periods in the
life of nations of great men and women. Do you remember how fascinated you were when you first read the story of Jane d'Arc? Your ambition was to be something like her. In history, we read great periods of the life of nations of great men and women. ഹിസ്റ്ററി, ചരിത്രത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? പഴയകാല ചരിത്രങ്ങൾ, സംഭവങ്ങൾ, അവിടുത്തെ പ്രഗത്ഭ വ്യക്തികൾ, ചരിത്ര പുരുഷന്മാർ, സ്ത്രീകൾ എല്ലാം നമ്മൾ പഠിക്കുന്നു. ഡു യു റിമെമ്പർ ഹൗ ഫാസിനേറ്റഡ് യു were when you first read the story of Jane d'Arc? ജെയിൻ d'Arc ഒരു ഫ്രഞ്ച് ധീര വനിതയാണ് ജെയിൻ d'Arc. അത് ഫ്രഞ്ച് നെയിമാണ്. ഇംഗ്ലീഷിൽ അത് വിളിക്കപ്പെടുന്നത് എന്താണ്? ജോൺ ഓഫ് ആർക്ക്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ള സ്റ്റോറി ആയിരിക്കും. ജോൺ ഓഫ് ആർക്കിൻ്റെ ഫ്രഞ്ച് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ധീര വനിതയാണ് ജോൺ ഓഫ് ആർക്ക്. ഇന്ദിരാഗാന്ധി ഈ ജോൺ ഓഫ് ആർക്കിൻ്റെ സ്റ്റോറി വായിച്ചപ്പോൾ അവളെപ്പോലെ ഒരു ധീര വനിതയാകണം എന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു. അതാണ് നെഹ്റു ഇവിടെ സൂചിപ്പിക്കുന്നത്. Your ambition was to be something like her. Ordinary men and women are not usually heroic. They think of their bread and butter, of their children, of their households, worries and the like. സാധാരണ മനുഷ്യർ അവർ ഇതുപോലെ സാഹസികരായിരിക്കുകയില്ല. അവരവരുടെ ഭക്ഷണത്തെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും അവരുടെ ജീവിത മാർഗങ്ങളെക്കുറിച്ചും മാത്രമേ ചിന്തിക്കാറുള്ളൂ. ബട്ട് എ ടൈം കംസ് വെൻ എ ഹോൾ പീപ്പിൾ ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ എ ഗ്രേറ്റ് കോസ്. പക്ഷേ ഒരു സമയം വരും, എല്ലാ ജനങ്ങളും ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിച്ച് ഇറങ്ങുന്ന ഒരു ഘട്ടം ചരിത്രത്തിൽ സംഭവിക്കുന്നു. Then history helps even simple ordinary men and women to become heroes. ഹിസ്റ്ററി, ചരിത്രം എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു നിർത്തുന്നു. Great leaders have something in them which inspires a whole people and makes them do great deeds. Deeds means actions, പ്രവൃത്തികൾ. എന്താ ചെയ്യുന്നത്? ഗ്രേറ്റ് ലീഡേഴ്സ് ഹാവ് സംതിങ് ഇൻ ദം വിച്ച് ഇൻസ്പയേഴ്സ് എ ഹോൾ പീപ്പിൾ ആൻഡ് മേക്സ് ദം ഡു ഗ്രേറ്റ് ഡീഡ്സ്. നമ്മുടെ മഹാത്മാക്കൾ, അവരിൽ ഒരു കഴിവുണ്ട്. എന്ത് കഴിവാണുള്ളത്? മറ്റുള്ള ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഉത്തേജിപ്പിച്ച് ഒരു വലിയ ലക്ഷ്യം നേടാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കാനുള്ള കഴിവ് നമ്മുടെ മഹാന്മാരുടെ കൈകളിൽ ഉണ്ട്. ഇൻ ഇന്ത്യ എ ഗ്രേറ്റ് ലീഡർ ഫുൾ ഓഫ് ലവ് ഫോർ ഓൾ ഹു സഫർ ആൻഡ് ഈഗർ ടു ഹെൽപ്പ് ദം ഹാസ് ഇൻസ്പയർഡ് അവർ പീപ്പിൾ ടു ഗ്രേറ്റ് ആക്ഷൻസ് ആൻഡ് നോബിൾ സാക്രിഫൈസ്. ഹി ഹാസ് ഹെൽപ്ഡ് ടു മേക്ക് ദ സ്റ്റാർവിംഗ്, ദ പുവർ ആൻഡ് ദി ഒപ്രസ്ഡ് free and happy.